എൻ്റെ വേറെ പറയുക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്, ലൈക്ക് ചെയ്യണമെന്ന്, ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഇന്ന് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പത്രങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരും. എറണാകുളത്ത് നിരവധി ആൾക്കാർക്ക്, ഏകദേശം 10-800ഓളം പേർക്ക് എറണാകുളത്ത് കോഴിക്കോടുമായിട്ട് ജോലി നഷ്ടപ്പെട്ടു. വേറെ 300 പേർക്ക് പിന്നെയും വേറെ ഏതൊരു കമ്പനിയിൽ ജോലി നഷ്ടപ്പെട്ടു, IT കമ്പനി. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വലിയൊരു ശമ്പളം നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇതെല്ലാം നിൽക്കുമ്പോൾ കടുത്ത നിരാശ നമുക്ക് തോന്നും, ഇല്ലേ? പലരുടെയും അഭിമുഖം ശ്രദ്ധിച്ചപ്പോൾ എങ്ങനെ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് കടുത്ത ആശങ്ക അറിയിക്കുകയുണ്ടായി. അപ്പൊ ഇതേപോലുള്ള കമ്പനികൾ, പ്രൈവറ്റ് കമ്പനികൾ ഏത് നിമിഷവും കൂട്ടാം, എന്നും പെർമനന്റ് ആയി നിൽക്കുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. കാരണം ഇതിലെല്ലാം ഓണേഴ്സ് ലാഭത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ പല ഘടകങ്ങളുണ്ടാവും, തൊഴിൽ സാഹചര്യങ്ങൾ, ലാഭം, അവർക്ക് ചെലവാകുന്ന ലേബർ കോസ്റ്റ്, അങ്ങനെ പല ഘടകങ്ങൾ പരിഗണിക്കും. അതിൽ അതിന്റെ മാനേജ്മെന്റ് പ്രതിനിധികൾ അതിൽ അവർക്ക് ലാഭകരമായ രീതിയിൽ അവർ വേണ്ട കാര്യങ്ങൾ അവർ പ്രവർത്തിക്കും. ഗവൺമെന്റിനൊക്കെ അതിൽ ഇടപെടാൻ കഴിയുന്ന കാര്യം വളരെ പരിമിതമാണ്. അതുകൂടാതെ വേറെ പല ആൾക്കാരും വന്ന് മുതലക്കണ്ണീരൊഴുകും, അതിനെ വെച്ച് മുതലെടുക്കാൻ നോക്കും. പലതും എല്ലാം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിന്റെ സെറ്റ് ബാക്സ് എന്ന് പറയുന്ന കാര്യം, നമ്മളെ ഒരു വരുമാനം നിൽക്കുമ്പോൾ പലരും വലിയ വീടൊക്കെ കെട്ടി, വലിയ വീടല്ല, വീട് കെട്ടിയിട്ടുണ്ടാവും, വലിയ കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും, അത് ചെറിയ കാർ വാങ്ങിച്ചിട്ടുണ്ടാവും, ചെറിയ വീടൊക്കെ കെട്ടിയിട്ടുണ്ടാവും, കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കുന്നുണ്ടാവും, പിന്നെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പലതും ചെയ്തിട്ടുണ്ടാവും, പല ഇൻവെസ്റ്റ്മെന്റുകൾ തുടങ്ങിയിട്ടുണ്ടാവും. ഇതിന് പ്രതീക്ഷിച്ചു പെട്ടെന്ന് രാത്രിയിൽ നമ്മളെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിരിക്കും നമുക്ക് തോന്നും, അല്ലേ? ചുറ്റും വലിയ കൂരൊക്കെ ഒരു ഇരുട്ട് തോന്നും. പക്ഷെ അവിടെ തന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, ആ കണ്ണും തുറന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരുട്ടൊക്കെ മാറി നമ്മളെ റൂം തെളിയും, വഴി തെളിയും, എല്ലാം തെളിഞ്ഞു വരും. ഈ ഇരുട്ട്, അതേപോലെ ജോലി നഷ്ടപ്പെട്ടാലും തോന്നുന്ന ഇരുട്ട് താൽക്കാലികം മാത്രമാണ്. നമ്മളുടെ മുന്നിൽ 1000 വാതിലുകൾ തുറന്നു കിടക്കും. ഈ ഭൂമി എന്ന് പറയുന്ന ഒരു രത്നഗനിയാണ്. അവിടെ നിന്ന് നമ്മൾ കണ്ണു തുറന്നതെല്ലാം നമുക്ക് വാരിയെടുക്കാൻ സാധിക്കും. അതിന് നമ്മൾ പ്രവർത്തിക്കണം. കർമ്മം ആവശ്യമാണ്, പ്രവൃത്തി ആവശ്യമാണ്. പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മള് മൺകുടം ഉണ്ടാക്കിയിട്ട് അത് തീയിൽ വേവിച്ചെടുത്തില്ലെങ്കിൽ ആ മൺകുടം ഒരു വെള്ളത്തിൽ പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതേപോലെ തന്നെയാവും നമ്മുടെ ജീവിതം. പ്രവർത്തനം, കർമ്മം, കർമ്മം, കർമ്മം. ഒരു IT കമ്പനിയുടെ ഏതെങ്കിലും ഒരാളുടെ ഇതിൽ നമ്മളുടെ ജീവിതം കുറിച്ചിടാൻ കഴിയും.
നമ്മൾ പുതിയ ജോലികൾ തേടണം, പുതിയ സംരംഭങ്ങൾ തുടങ്ങണം, വളരെ ശ്രദ്ധയോടെ ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകും. അല്ലാതെ ടെൻഷൻ അടിച്ച് പിന്നെ കൗൺസിലിംഗ് സെന്ററുകളിലും മാനസിക ആശുപത്രിയിലോ അല്ലെങ്കിൽ ആത്മഹത്യയിലല്ല നമ്മൾ അഭയം നേടും. അറൈസ്, awake and stop not till the goal is reached. വിവേകാനന്ദ പറഞ്ഞു. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. എഴുതി നിൽക്കും, മുന്നേറും, ലക്ഷ്യത്തിലെത്തുന്നവരെ പ്രവർത്തിക്കുക. ഈ ഭൂമി ഒരു സ്വർണ്ണ ഖനിയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ലോകത്ത് നമ്മൾ ഒന്നിന്റെ ഓണറാവാൻ ആർക്കും കഴിയില്ല. എത്ര വലിയ കോടീശ്വരനാവട്ടെ, സൂക്ഷിപ്പുകാരനാവാൻ മാത്രമേ ഉള്ളൂ. ഒരു 30 വയസ്സോ 40 വയസ്സുള്ള ആൾ, ഒരു 40 വയസ്സുള്ള ആൾ ഒരു 16,000 ദിവസം ഭൂമിയിലുണ്ടാവും. 30 വയസ്സുള്ള ആളാണ് 20,000 ദിവസം. അത്രയൊക്കെ ഉണ്ടോ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമി 10, 20,000, 25,000 കോടി 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 വർഷങ്ങൾ. ഒരു താൽക്കാലികമായി എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കാൻ മാത്രമേ ഉള്ളൂ, ഒരിക്കലും ഓണറാവാൻ കഴിയുകയില്ല. അതേപോലെ തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ധനസമൃദ്ധിയോ ഈ ലോകത്ത് ആരും അംഗീകരിക്കുകയില്ല. അംഗീകരിക്കുന്ന പോലെ അഭിനയിക്കുമെങ്കിലും ഈ ലോകത്ത് മറ്റുള്ളവരുടെ യോഗ്യത ഒരാളും അംഗീകരിക്കില്ല. ലോകത്ത് ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് അയാൾ സ്വയം ചിന്തിക്കുന്നു. മറ്റുള്ളവരുടെ യോഗ്യതയോ ധന അഭിവൃദ്ധിയോ ഒന്നും ആരും അംഗീകരിക്കില്ല. താൽക്കാലികമായിട്ടൊക്കെ പ്രശംസിക്കും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇത് നമ്മളൊരു വീഴ്ചയായിട്ട്, നമ്മളെ ഒരു ജോലി നഷ്ടപ്പെട്ടത് ഒരു വീഴ്ചയായിട്ട് നമ്മൾ കാണുന്നതിന് പകരം നമ്മൾ ഒരു പ്രവർത്തന മേഖല കണ്ടെത്തണം. നമ്മൾ ഒരു 10-55 വയസ്സ് വരെ നമ്മൾ നിരന്തരം കഠിന അധ്വാനം ചെയ്യുക. അത് ഇന്ന ജോലി തന്നെ വേണമെന്നൊന്നുമില്ല. ആ ജോലികളിൽ ഏർപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകണം. പലരും തന്നെ, ബഹുഭൂരിപക്ഷ ആൾക്കാർ ഇതിൽ തീരെ ധനമൊന്നും ഇല്ലാത്ത ആൾക്കാരൊന്നും ആയിരിക്കില്ല. പലരും എനിക്കറിയാം, ഇവിടെ കോടിക്കണക്കിന് രൂപ സ്വത്തുള്ളവര് 400 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇവിടേക്ക് പല കടകളിലും പോയി നിന്ന് ജോലി ചെയ്യുന്നു. പല റെന്റഡ് വാഹനങ്ങളും ഓടിച്ച് നടക്കുന്നുണ്ട്. കോടീശ്വരന്മാർ. അവരെല്ലാം അവരുടെ കയ്യിലുള്ളത് ഡെഡ് അസറ്റ്സ് ആണ്, നിഷ്ക്രിയ ആസ്തി അല്ലെങ്കിൽ മരിച്ച ഭൂമി സ്വത്തുണ്ട്. അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുക. സ്വർണം ഉണ്ടാവും ലോക്കറിൽ, അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. മരിച്ച സ്വത്ത് നമ്മുടെ അനന്തര തലമുറയ്ക്ക് ഒന്നും നേടിവെക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല വാല്യൂസ് ഉള്ള കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ടുവരാം. അവർക്ക് വേണ്ട ഇൻഫർമേഷൻ എല്ലാം സ്കൂളുകളിൽ കിട്ടുന്നുണ്ട്. അവർക്ക് കിട്ടേണ്ടത് ഒരു ലാഭം ഉണ്ടാകുമ്പോൾ എങ്ങനെ ജീവിതത്തെ നേരിടണം, നഷ്ടം ഉണ്ടാകുമ്പോൾ എങ്ങനെ നേരിടണം, മാനം ഉണ്ടാകുമ്പോൾ എങ്ങനെ നേരിടണം, അപമാനം ഉണ്ടാകുമ്പോൾ എങ്ങനെ നേരിടണം, ഉയർച്ച ഉണ്ടാകുമ്പോൾ എങ്ങനെ നേരിടണം, താഴ്ച ഉണ്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടാകും. അതേപോലെ ദുസ്സംഗത്തിൽ നിന്ന് മദ്യപാനികൾ, മയക്കുമരുന്നുകൾ, നിരീശ്വരവാദികൾ അവർക്ക് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു പരിശീലനം. അചഞ്ചലമായ ദൈവഭക്തി. ദൈവത്തിന് നമ്മുടെ ഭക്തി ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ഒരു ശരിയായ വ്യക്തിത്വത്തിന് വേണ്ടി, സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിത്വം വളർത്തിക്കൊണ്ടുവരുന്നത് അചഞ്ചലമായ ദൈവഭക്തി അവർ കുട്ടികളിൽ വളർത്തും. അതൊക്കെ നമ്മൾ ചെയ്യും. അല്ലാണ്ട് അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തോ അസറ്റോ ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ അവർക്ക് വേണ്ടത് അവർക്ക് ദൈവം വയറും വായും മാത്രമല്ല കൊടുത്തിരിക്കും, 2 കൈയും കൊടുത്തിട്ടുണ്ട്, കാലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി അവരുണ്ടാക്കി. അനന്തര തലമുറയ്ക്ക് വേണ്ടി നേടിവെച്ചതിന്റെ ദുരന്ത ഫലമാണെന്ന് ഇന്ന് ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു തലതിരിഞ്ഞ
തലമുറ. എന്തും ചെയ്യാൻ പഠിക്കാത്ത, കൊല്ലാനോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പഠിക്കാത്ത ആൾക്കാർ. നമുക്ക് വേണ്ടത് കുട്ടികളിൽ വാല്യൂസ് ആയിട്ടുള്ള കുട്ടികളായി വളർത്തിക്കൊണ്ടുവരും. അതെല്ലാം വലിയ വലിയ സ്കൂളുകളിലോ കോളേജുകളിലോ ഒന്നും പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആവുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം, തൊഴിൽ കണ്ടെത്തണം എന്ന് വേണം. വളരെ നമ്മൾ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിത്വമായിട്ട് മാറണം. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഭഗവാൻ കൃഷ്ണൻ ഗീതി പറയുന്നത് നമ്മളെ ഉദ്ധരിക്കണം, നമ്മളെ ഉയർത്തിക്കൊണ്ടുവരണം. നമ്മൾ ഒരിക്കലും നമ്മളെ താഴ്ത്തി കെട്ടരുത്. എൻ്റെ ജോലി പോയി, എൻ്റെ വരുമാനം നിന്നു, അല്ലെങ്കിൽ ഞാൻ പഠിപ്പില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ ഇന്ന ജാതിക്കാരനാണ്, അങ്ങനെയൊന്നും പറയുന്നത് നമ്മളെ താഴ്ത്തി കെട്ടരുത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ്. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത അഹം ആദിത്യ മധ്യഞ്ച ഭൂതാനാമന്തമേവച്ച. ഉള്ളിൽ നമ്മൾ അഹമാത്മാ ഗുഡാകേശ, നമ്മളെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ്. ഈശ്വരനാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ ഈശ്വരന്റെ നിശ്ചയം അനുസരിച്ച് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദയ ചാർജിന തിഷ്ഠതി ബ്രാഹ്മണൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ എന്നാണ് ഭഗവാൻ ഗീതി പറയുന്നത്. ഈശ്വരൻ ഹൃദയത്തിന്റെ ഉള്ളിരുന്നുകൊണ്ട് എല്ലാ ജീവികളെയും വട്ടം നടക്കുന്നു. ഈശ്വര നിശ്ചയം അനുസരിച്ച് ഓരോ കാര്യങ്ങളും നടക്കും. നമുക്കതിൽ ഉത്തരവാദിത്വം ഒന്നുമില്ല. യു ആർ ഇൻ എ ബെറ്റർ പ്ലേസ് ദാൻ വെയർ യു ആർ. ഈശ്വരൻ നിശ്ചയിച്ച സ്ഥാനത്താണ്. നമ്മളെ വാതിലുകളൊന്നും കൊട്ടിയടയ്ക്കപ്പെട്ടില്ല. ഒരു വാതിൽ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ 1000 വാതിലുകൾ തുറക്കും. നമ്മൾ പോയി മുട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. വാതിൽ തുറക്കുന്നതിന് വേണ്ടി നമ്മൾ മുട്ടണം വാതിൽ. ഇതൊന്നും നിസ്സാരമായിട്ടുള്ള ഒരു ജോലി, ഒരു പ്രതിസന്ധിയല്ല. ഈ പ്രതിസന്ധിക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകണം. എത്ര കോടികൾ സമ്പാദിച്ചാലും നമുക്ക് 4 നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കും. രാവിലെ ഒരു 4 ഇഡ്ഡലി, അതിൽ 2 ദോശയും, ഒരു ഉഴുന്നുവട, ഒരു കാപ്പിയും ചായയും, ഉച്ചയ്ക്ക് ഒരു 2 പിടി ചോറ്. പണക്കാർക്കൊന്നും സാധിക്കില്ല, ഒരു ഇഡ്ഡലി പോലും കഴിക്കാൻ കഴിയില്ല. അവരിലെ ഓട്സും കഴിച്ചിട്ടാണ് നടക്കുന്നത്. വൈകുന്നേരം അതേപോലെ 4 ചപ്പാത്തി. പൈസക്കാർക്ക് രാത്രി ആഹാരം ഇല്ല. അവർ ഷുഗർ കൊളസ്ട്രോളും പഠിച്ച് രാത്രി ഭക്ഷണം കഴിക്കില്ല. അവരെന്നും കലോറി കുറയ്ക്കാൻ വേണ്ടി അധ്വാനത്തിലാണ്. ചാട്ടവും ഓട്ടവും മസിൽ ബലപ്പെടുത്താനും കൂടിക്കൊണ്ട് നടക്കുന്നത്. കൊളസ്ട്രോളും കുറയ്ക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വർദ്ധിച്ച മാനസിക സംഘർഷം മാറി. അപ്പൊ നമ്മൾ നമ്മുടെ ആരോഗ്യം നിലനിർത്തണം, ശാരീരികമായ ആരോഗ്യം നിലനിർത്തണം, മാനസികമായ ആരോഗ്യം നിലനിർത്തണം, ബുദ്ധിക്ക് വേണ്ട അറിവുകൾ ആർജിക്കണം, സന്തോഷവാനായിട്ട് എന്ന് വരിക്കണം. എവിടെയായിരുന്നാലും ഏത് പ്രതിസന്ധി നേരിട്ടാലും പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. നമ്മള് ഡെഡ് അസറ്റുകളായിട്ടുള്ള അതെല്ലാം ഇപ്പോൾ സ്വർണ്ണമൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് ഗവൺമെന്റ്, ഇത് ജ്വല്ലറികൾ അതേ വിലയ്ക്ക് തന്നെ. ഇപ്പോൾ 1 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന 8 ലക്ഷം രൂപ ഒരു കൊല്ലത്തിൽ പലിശയായിട്ട് കിട്ടും. ഏകദേശം 8 ലക്ഷം രൂപ പറയുമ്പോൾ എത്ര വരും ഒരു മാസം? ഇല്ലേ? നമുക്ക് ജീവിക്കേണ്ട പൈസ അങ്ങനെ തന്നെ കിട്ടും. ഈ പാവപ്പെട്ടവരാണ് പണത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുക. പാവപ്പെട്ടവരും മിഡിൽ ക്ലാസ്സുകാരും. പണക്കാര് ഒരിക്കലും പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യാറില്ല. അവരുടെ സമ്പത്ത് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. അവരുടെ ഡെപ്പോസിറ്റുകൾ, അവരുടെ അസറ്റുകൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും പണക്കാർ. ഈ പാവങ്ങളും മിഡിൽ ക്ലാസ്സുകാരാണ് ഇതിനു വേണ്ടിയിട്ട് ജോലി ചെയ്യും. നമ്മളെ ഡെഡ് അസറ്റുകളല്ല, ഭൂമിയുടെയും നല്ല ഭൂമിയുടെയും അത് ചെറിയ ചെറിയ പീസുകളാക്കി വിറ്റ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ട് പോകാണ്ട് നോക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധ വേണം. മനുഷ്യരെല്ലായ്പ്പോഴും കാപട്യത്തോടെ പെരുമാറുന്നു. മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ആപത്തിപ്പെടുന്നു. എല്ലാവരെയും വിശ്വസിക്കുന്ന പോലെ കാണിക്കുകയും ആരെയും വിശ്വസിക്കാതിരിക്കുകയും വേണം. ഇതെല്ലാം മനസ്സിൽ വേണം. മനുവും ഭീഷ്മാചാര്യ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ധനം കൈകാര്യം ചെയ്യും വളരെ ശ്രദ്ധയോടെ
നമ്മളെ ഡെഡ് അസറ്റുകളെല്ലാം വിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളെല്ലാം ആക്കി മാറ്റി അതിൻ്റെ ഒരു വിഹിതം മാസം മാസം ആ പലിശയെ വീണ്ടും ഡെപ്പോസിറ്റ് ആക്കി മാറ്റുക. അതാണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ നടപ്പിലാക്കണം. ഒരിക്കലും ഡെഡ് അസറ്റുകൾ അലമാരയിലും ലോക്കറിലൊക്കെ സൂക്ഷിക്കാനുള്ള ഡെഡ് അസറ്റുകൾ വാങ്ങിച്ചു കൂട്ടരുത്. അതുണ്ടെങ്കിൽ നമ്മളത് ഇപ്പൊ നല്ല സമയമാണ്, ജ്വല്ലറികളെല്ലാം എടുക്കുന്നുണ്ട്. ജോലി പോയി കണ്ട് കരയാനോ പിന്നെ മാനസിക ആശുപത്രിയിലെ തന്നെ കൗൺസിലിംഗ് ആശുപത്രിയിലെ തന്നെ ആവശ്യമില്ല. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക. നമുക്കുള്ള ഒരു ഇൻകം നമ്മുടെ ഡെഡ് അസറ്റുകളൊക്കെ വിറ്റ് അത് ഡെപ്പോസിറ്റ് ചെയ്ത് FD ഇട്ട് മാസം മാസം നമ്മൾ അക്കൗണ്ടിൽ വരണം. അനന്തര തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നും എടുത്തു വെക്കേണ്ട ആവശ്യം. അവർക്ക് വാല്യൂസ് ഉള്ള കുട്ടികളായിട്ട്, വിദ്യാഭ്യാസമുള്ള കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ടുവരിക. അവരെ ദുസ്സംഗത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക. അവരെ കൂട്ടുകാരായിട്ട് മദ്യപാനികളോ മയക്കുമരുന്നിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ അക്രമികളോ നാസ്തികന്മാരോ ദൈവവിശ്വാസമില്ലാത്തവരുണ്ടെങ്കിൽ അവരിന്ന് വിദഗ്ധമായിട്ട് മാറുക. എപ്പോഴും നല്ല ആൾക്കാരായിട്ട് കൂട്ടുകൂടാൻ പഠിപ്പിക്കുക. ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടാൻ അവരെ എങ്ങനെ നേടുന്നുള്ളത് പഠിപ്പിക്കുക. ഇന്ന് ദൈവഭക്തന്മാരായിരിക്കുക. സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഈ ഒരു കാര്യമാണ് ഈ ജോലി നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുന്ന എല്ലാവരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇനിയും പല കമ്പനികൾ, ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, പല പ്രതിസന്ധികൾ വരാം, പല കമ്പനികളും നഷ്ടത്തിലാവും. എങ്കിലും നമ്മൾ അതെല്ലാം ധൈര്യപൂർവ്വം മുന്നോട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകണം. ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.